നമസ്കാരം. എൻ്റെ പേര് ദീപ. ഞാൻ പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ അധ്യാപികയാണ്. കൊമേഴ്സ് സബ്ജക്റ്റാണ്. ഞാൻ ഈ ഒരു MA സൈക്കോളജിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതെടുക്കാനുള്ള റീസൺ പാഷൻ മാത്രമാണ്. ഒത്തിരി പണ്ട് കാലം മുതൽ തന്നെ, അതായത് PG പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ തന്നെ ഇത് കൂടി അഡീഷണലായിട്ട് പഠിക്കണം, അതിനകത്തുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി എടുത്തതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇതുപോലുള്ളൊരു സപ്പോർട്ട്, അല്ലെ ഒരു കാര്യം ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വേറെ ജോലി തിരക്ക് ഒരുപാടുള്ളത് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ഒന്നും ചെയ്തില്ല. ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. നെക്സ്റ്റ് ഇയർ വീണ്ടും രജിസ്റ്റർ ചെയ്തു. അപ്പോഴാണ് നിങ്ങളെ കുറിച്ച് മനസ്സിലായത്, അലോൺ വൈസിനെ കുറിച്ച് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാതെ മുമ്പോട്ട് പോകാനേ പറ്റത്തില്ല എന്നുള്ള ഉറപ്പോടു കൂടിയാണ് ഈ ഒരു സപ്പോർട്ട് എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് ഈ ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് മാത്രം കൊണ്ടാണ് ഇവിടെ വരെ എത്തുന്നത്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്തത് തന്നെ മെൻറ്ററിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതില്ലായിരുന്നെങ്കിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ല, ആദ്യം രജിസ്റ്റർ ചെയ്തതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയേനെ. ഇതിൻ്റെ ഓരോ സ്റ്റേജിലും എന്താ ചെയ്യേണ്ടുന്നത് എന്ന് ഓർത്തിരുന്ന് പറഞ്ഞു തന്നാൽ മാത്രം പോരാ, ചെയ്തോ എന്ന് ഉറപ്പിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന് വഴക്ക് പറയുന്ന പോലെയുള്ളൊരു ശാസനയുടെ സ്വരത്തിൽ സംസാരിച്ചിട്ട് മാത്രമാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഞാൻ ആദ്യം ഇത് ജോയിൻ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, എന്നെ കൊണ്ടുപോയി MA സൈക്കോളജി പാസ്സാക്കി എടുത്ത് കൊണ്ടുവരണം എന്ന് ഞാൻ അന്ന് എന്നോട് സംസാരിച്ച എനിക്ക് തോന്നുന്നു നൂറ മാമാണ് ആദ്യത്തെ മെൻറ്റർ, അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. നമ്മളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി, നമ്മുടെ നേച്ചർ മനസ്സിലാക്കി, നമ്മുടെ ജോലിയുടെ സ്വഭാവം മനസ്സിലാക്കി, അല്ല തിരക്കിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മളോട് ഡീൽ ചെയ്തുകൊണ്ട് പോകുന്നതിന് ഈ ഒരു കോഴ്സ് മുമ്പോട്ട് അസൈൻമെൻറ്റ്സ് ഫുള്ള് സബ്മിറ്റ് ചെയ്യാനുള്ള സമയത്തിനകം സബ്മിറ്റ് ചെയ്യിപ്പിച്ചത് നിങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എക്സാമിൻ്റെ കാര്യമായാലും ആ സമയം ഇലക്ഷൻ ഡ്യൂട്ടി വന്നു. അപ്പം 8 തൊട്ടുള്ള ഒന്നും എഴുതിയില്ല, അവസാനത്തെ 2 മാത്രമേ എഴുതിയുള്ളൂ. ആ 2 എക്സാമും ഈ പറഞ്ഞ പോലെ തലേ ദിവസം മാത്രം പഠിച്ചിട്ടില്ല. വൈസിൻ്റെ ക്ലാസ്സസ് എല്ലാം അന്ന് നൂറ മാം പറഞ്ഞിരുന്ന അത്രയും നാൾ കേട്ട് അത് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ജൂണിൽ ഇനി അതെല്ലാം എഴുതണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ രണ്ട് ഇയറിലെയും എക്സാംസും നിങ്ങളിലൂടെ തന്നെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റൂ. അപ്പോൾ അത്രത്തോളം സപ്പോർട്ട് വേണ്ടുന്ന ഒരാളാണ്. ഇതുവരെ എനിക്ക് ആ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ലേൺ വൈസിനെ സംബന്ധിച്ച് എല്ലാം ഭംഗിയായിട്ട് തന്നെ പോകുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.